ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8000-8001-20. കരണേ, ഇനിയിപ്പോ കമ്പിത്തിരിയും പൂത്തിരിയൊക്കെ ധൈര്യമായിട്ട് കൊളുത്താലോ? കൊളുത്താം. പക്ഷേ അത് ഉടനെ വേണ്ട. ഇതുവരെ പോലീസൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. നാളെ പക്ഷേ അവരെ പ്രതീക്ഷിക്കണം. എല്ലാം കഴിയട്ടെ. ഇനിയിപ്പോ ഇവിടെ ആംബുലൻസ് വരുന്ന ചിന്തിക്കേണ്ട കാര്യമില്ല. അവളുടെ പൊടി പോലും ഇനി കിട്ടില്ല. തെളിവൊന്നും അവശേഷിപ്പിക്കാതെ തീർത്ത് കളഞ്ഞ നന്നായി. ആ ഗുണ്ടകളോട് ഇവിടുന്ന് മാറി നിൽക്കാൻ മേഘട്ടം പറയുമായിരിക്കും. പിന്നെ പേടിക്കാനൊന്നുമില്ല. ഇനി പിടിക്കപ്പെട്ടാലും ഇതില് വലിയ തെളിവൊന്നുമില്ലല്ലോ. കരുണേ, നമ്മളിതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം. കണ്ണേട്ടം ബുദ്ധിയുള്ളൊരു വക്കീല. ആ അനന്തുവേട്ടനും അങ്ങനെ തന്നെയാ. അവരൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വേഗത്തിൽ ചിന്തിക്കുന്നവരാ. അതുകൊണ്ട് പോലീസ് അന്വേഷണം കേസും ഒക്കെ ശക്തി പ്രാപിക്കുന്നുള്ള കാര്യം ഉറപ്പാ. ദേ, മരണം തീർച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛനെയും വിളിച്ചോണ്ട് മേഘേട്ടൻ ചീത കൂട്ടിയെടുത്ത് പോയത് തന്നെ വലിയ തെറ്റാണെന്നാ എന്റെ അഭിപ്രായം. എന്റെ ഉണ്ണിയേട്ടാ, എത്ര പ്രാവശ്യ ഇതുപോലെ അവൾ ഇനി മടങ്ങി വരില്ല എന്നും പറഞ്ഞ് നമ്മൾ എല്ലാവരും ആഘോഷിച്ചത്. എന്നിട്ട് നമ്മുടെ സന്തോഷത്തിന് മണിക്കൂറുകളുടെ ആയുസ് പോലും ഉണ്ടായിട്ടില്ല. എന്റെ അച്ഛനൊന്ന് കൈ ചൂണ്ടിയാൽ അവിടെ നിൽക്കുന്ന മഹാലക്ഷ്മിയെ ഈ അടുത്ത സമയത്ത് അച്ഛന് പോലും പേടിയായിരുന്നു. അതുകൊണ്ട് ഗുണ്ടകള് പറയുന്നത് വിശ്വസിച്ച് ഒരു മൂലക്കിരിക്കാൻ എന്റെ അച്ഛനെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ അച്ഛനും മേഘേട്ടനും അങ്ങോട്ടേക്ക് പോയത്. ഇപ്പോ പോയതുകൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ. അനന്തുവേട്ടൻ നേരത്തെ വിളിച്ചല്ലാതെ പിന്നെ വിളിയൊന്നും വന്നില്ല. ഇടയ്ക്ക് ഞാൻ മുകളിലെ വരാന്തയിൽ നിന്നപ്പോ ഒരു പോലീസ് വണ്ടി റോഡിലൂടെ പോകുന്ന കണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ സ്ലോയും ചെയ്തു. ആ, അത് ഞാനും കണ്ടതാ. അപ്പൊ ഞാനും അമ്മയും പറയുകയും ചെയ്തു അത് നേരെ ഇങ്ങോട്ടേക്ക് വരുമെന്ന്. ഇനി വീടും പരിസരവും ഒക്കെ നോക്കാനായിട്ട് അവര് വന്നതായിരിക്കോ? അതിനുള്ള സാധ്യതയുണ്ട്. അവര് വന്നു കഴിഞ്ഞാ നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കാവൂ. മുഖത്ത് ഒരു കാരണവശാലും ഇത്തിരി സന്തോഷം പോലും ഉണ്ടാവാൻ പാടില്ല. ഈ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അവസാനം കുറ്റക്കാരെ പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പൊതുജനം കല്ലെറിയും. അതും കൂടെ നമ്മൾ ഓർത്തോണം. ഇനി കല്ലെറിയുന്നെങ്കിൽ കല്ലെറിയട്ടെ. അപ്പോഴും അവളെ പോലൊരു മാരണത്തെ കാണണ്ടല്ലോ. അത് വലിയൊരു ആശ്വാസം. നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം നിന്നെ ഇത്രയും സന്തോഷത്തോടെ കാണുന്നത് ആദ്യമായിട്ടാ. അതെ, ഞാൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് ഇന്ന ഉണ്ണിയേട്ടാ. എല്ലാ അർത്ഥത്തിലും നമ്മൾ തോറ്റതായിരുന്നു. മഹാലക്ഷ്മിയുടെ തല ഉയർന്നുയർന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവളുടെ പാദത്തോളം ഞാൻ താഴ്ന്നുകൊണ്ടിരിക്കായിരുന്നു. ഇനി ഏതായാലും അങ്ങനെയൊന്നും സംഭവിക്കില്ല. അത് ഭയങ്കര ആശ്വാസ.